കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. 27 നക്ഷത്രങ്ങൾക്ക് സാധാരണ കാണാറുള്ള പൊതു സ്വഭാവവും അവരുടെ രഹസ്യ സ്വഭാവവും. ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് ആയില്യത്തിന്റെ പൊതുവായ ഫലങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളാണ്. സർപ്പമാണ് ആയില്യ നക്ഷത്രത്തിന്റെ ദേവത. തികഞ്ഞ തന്റേടിയും തനക്ക് താൻ പോന്ന ഭാവവും ഈ ആയില്യ നക്ഷത്രക്കാര സ്ത്രീകളുടെ സ്വഭാവമാണ്. തനിക്ക് താൻ പോന്ന ഭാവവും ഉള്ളവരാണ്. ഇവരത് പ്രകടമാക്കുകയും ചെയ്യും. ആയില്യ നക്ഷത്രക്കാര് പുരുഷന്മാരുടെ ധീരതയും ചൊറുചൊറുക്കും പ്രവൃത്തിയിലെ കുശലതയൊന്നും ഇവർ പ്രകടിപ്പിക്കും. കാരണം സ്ത്രീകളെക്കാളും കുറച്ചുകൂടി കഴിവുള്ളവരായിരിക്കും പുരുഷന്മാര്. ഭരണസാമർത്ഥ്യം ഇവരിൽ പ്രകടമായിരിക്കും. പുരുഷന്മാരിൽ ഭരണസാമർത്ഥ്യം പ്രകടമായിരിക്കും. ഇവർ സാധാരണയായിട്ട് പൊതുവെ സൗന്ദര്യം കുറവായിരിക്കും. സൗന്ദര്യം കാത്തു സൂക്ഷിക്കണമെന്ന് നിർബന്ധമൊന്നും ഇവർക്കില്ല. ഇവർക്ക് അങ്ങനെ സൗന്ദര്യത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ആയില്യ നക്ഷത്രക്കാർക്ക് ഗ്രഹഭരണത്തിലും മറ്റു പ്രവൃത്തികളിലൊക്കെ സ്വതന്ത്രമായിട്ടിരിക്കാനാണ് ഇവർ ആഗ്രഹിക്കുക. ആയില്യ നക്ഷത്രക്കാരായ സ്ത്രീകള് ആഗ്രഹിക്കുന്നത് ഒരു നല്ല കുടുംബിനിയായിട്ടിരിക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കാറ്. കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങളോ പൊതുപ്രവർത്തികളോ ഒക്കെ ഇവര് പൊതുവായിട്ട് ചെയ്ത് തീർക്കാറുണ്ട്. തൻ്റെ ഇടത്തോടെയും അധികാരത്തോടെയും ഏത് കാര്യത്തെയും നേരിടാനുള്ള ഒരു ഗർവ്, ഒരു അഹങ്കാരം ഇവർക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ട്. താൻ മുഖാന്തരം, അതായത് തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും മുഖാന്തരം മറ്റു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവാറില്ല. നന്ദികേടും ഉപകാരസ്മരണയും ഇല്ലാത്തവരായിട്ടാണ് അധികം പേരും. നന്ദികേട് ഇവർ കാണിക്കുള്ളൂ. ആര് ഉപകാരം കൊടുത്താലും ആയില്യ നക്ഷത്രക്കാർ കാണിക്കുന്നതൊക്കെ തിരിച്ച് നന്ദികേടായിരിക്കും. ഉപകാരസ്മരണ ഒട്ടും തന്നെ ഇല്ലാത്തൊരു നക്ഷത്രക്കാരാണ് ഈ ആയില്യ നക്ഷത്രക്കാര്. ആയില്യ നാളിൽ ജനിക്കുന്നവർ അധികവും മൗദ്രഭാവമുള്ളവരും ചപലന്മാരുമായിരിക്കും. അവരുടെ സ്വഭാവമൊക്കെ ചപലതയുള്ളതായിരിക്കും. ഒന്നിലൊരു ദൃഢത ഉണ്ടാകില്ല. ഇവർക്ക് ഉപകാരസ്മരണ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരാരും അധികം ഓർക്കാറുമില്ല. എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ട് അയാളെ അപ്പം തന്നെ മറക്കുന്നതാണ് ആയില്യം സ്വഭാവത്തിന്റെ പ്രത്യേകത. ഇവരുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴോ അല്ലെങ്കിൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്കറിയുകയുള്ളൂ. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? അവരുടെ സ്വഭാവം കണ്ടുകൊണ്ട് പുറകിലോട്ട് മാറിപ്പോവും. അങ്ങനെയുള്ള ഒരു ദുർചിന്ത നടപടിയുള്ള ഒരു സ്വഭാവമാണ് ആയില്യ നക്ഷത്രക്കാർക്ക്. പിന്നെ കുടുംബം, സംഘടനാ സ്ഥാപനം എന്നിവകളിലൊക്കെ നേതൃത്വ സ്ഥാനത്ത് വന്നു ചേരാനും കൂടി ഇവർക്ക് സാധിക്കാറുണ്ട്. ഈ ആയില്യ നക്ഷത്രത്തിന് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമാകുന്ന കൗശല ബുദ്ധി ഇവർക്ക് കൂടുതലായിരിക്കും. ഇവർ ചെയ്യുന്ന കൗശല ബുദ്ധി വെച്ച് മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് സംശയം ഉണ്ടാക്കും. ഈ ആയില്യ നക്ഷത്രക്കാർക്ക് കാഴ്ചയിലും പെരുമാറ്റത്തിലും ഒക്കെ ഇവരുടെ ഗാംഭീര്യം നമുക്ക് കാണാം. അടുത്തറിയുമ്പോൾ ഇതൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഗാംഭീര്യം ഭയങ്കരമായിരിക്കും. അടുത്തറിയുമ്പോൾ ഇതൊന്നും ഉണ്ടായിരിക്കുകയില്ല. വലിയ തലപ്പത്തിരിക്കുന്ന ആയില്യ നക്ഷത്രക്കാരാണെങ്കിൽ ഇവർ അടുത്തേക്ക് ചെന്ന് ഇവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഇവർക്ക് അത് വലിയ ഗാംഭീര്യതയൊന്നും ഉണ്ടായിരിക്കില്ല. സ്നേഹത്തിന്റെ പേരിൽ ആരെയും കണ്ണടച്ച് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. നമുക്ക് ആര് ചോദ്യം ചെയ്യുന്നവരുടെ സംഭാഷണങ്ങൾ ഇവർക്ക് ഇഷ്ടമല്ല. ആരും ഇവരെ ചോദ്യം ചെയ്യുന്നതോ എന്താണെന്ന് ചോദിക്കുന്നതോ ഉപദേശിക്കുന്നതോ ഒന്നും ആയില്യ നക്ഷത്രക്കാർക്ക് ഇഷ്ടമല്ല. മാത്രമല്ല ഇവർ ചെയ്യുന്ന മനസ്സറിയാതെ ചെയ്യുന്ന പ്രവർത്തികൾ ഓരോന്നും സ്വയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവർ ചെയ്യുന്ന ചെറിയ കാര്യമായിരിക്കും. ചിലപ്പോൾ ഇവർ മനസ്സറിയാതെ സംഭവിച്ചായെങ്കിലും അതിങ്ങനെ പറഞ്ഞ് പെരുപ്പിച്ച് കാണിക്കും മറ്റുള്ളവർ. ഞാനത് ചെയ്തു എന്ന്. അങ്ങനെ മനസ്സിന് അസുഖമുണ്ടാക്കുന്ന സകലതും മറക്കാനും ശ്രദ്ധയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള ഒരു നക്ഷത്രമാണ് ആയില്യ നക്ഷത്രം.